അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്ന ഒരു ചെറിയൊരു സൂറത്താണ്. നമുക്ക് എല്ലാവർക്കും മനഃപ്പാഠമുള്ള ഒരു സൂറത്താണ്. പക്ഷേ ഈ സൂറത്ത് നമ്മൾ ഒരു 7 പ്രാവശ്യം ഓതിയാൽ ധാരാളം അനുഗ്രഹങ്ങൾ അല്ലാഹു നമുക്ക് നൽകുന്നതാണ്. മാത്രമല്ല ഈ സൂറത്ത് ഓതിയിട്ട് അല്ലാഹുവിന്റെ റസൂലിന്റെ കാലഘട്ടത്തിൽ സഹാബാക്കൾ രോഗങ്ങൾ ശിഫയാക്കിയിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് മഹത്വങ്ങൾ ഈ സൂറത്തിനകത്ത് ഉണ്ട് എൻ്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ. മാത്രമല്ല ഇത് ഓതുന്നവരുടെ കടങ്ങൾ അല്ലാഹു വീട്ടി കൊടുക്കുന്നതാണ്. അത് മാത്രമല്ല സാമ്പത്തിക ഉയർച്ച അല്ലാഹു നൽകുന്നതാണ്. മാത്രമല്ല ശൈത്താന്റെ ഉപദ്രവത്തിൽ നിന്നും സിഹിറിൽ നിന്നും അല്ലാഹു കാക്കപ്പെടുന്നതാണ്. ഒരുപാട് പേര് സിഹിർ കൊണ്ട് ബുദ്ധിമുട്ടുന്നവരുണ്ട്, അവരെയൊക്കെ അല്ലാഹു കാക്കപ്പെടുന്നതാണ്. അപ്പൊ ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് ഒരു ചെറിയ സൂറത്തിനെ കുറിച്ചിട്ടാണ്. ഞാൻ പറയാൻ പോകുന്നത്. നാം നിയത്താക്കി 7 ദിവസം ഓതുകയാണെങ്കിൽ, നമ്മുടെ മനസ്സിൽ ഒരു ആഗ്രഹം കരുതിക്കൊണ്ട് 7 ദിവസം ഓതുകയാണെങ്കിൽ ഒരാഴ്ച കൊണ്ട് നമ്മുടെ ആഗ്രഹങ്ങൾ അല്ലാഹു നിറവേറ്റി തരുന്നതാണ്. അത്രയ്ക്ക് മഹത്വം നിറഞ്ഞ ഒരു സൂറത്താണ്. ഈ സൂറത്ത് ഇറങ്ങിയപ്പോൾ ഇബ്ലീസ് പോലും വാവിട്ട് കരഞ്ഞുപോയി. 7 ദിവസം കൊണ്ട് നമുക്ക് എന്തും നേടിയെടുക്കാൻ പറ്റും. നിയ്യത്താക്കി ഓതുക ഇൻഷാ അല്ലാഹ്. ഈ സൂറത്ത് നിങ്ങൾ നിയ്യത്താക്കി ഓതി നോക്ക്. 7 ദിവസം കൊണ്ട് നിങ്ങൾക്ക് എന്ത് നേടിയെടുക്കാൻ പറ്റും ഇൻഷാ അല്ലാഹ്. അങ്ങനെ ഒരു സൂറത്തിനെയാണ് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത്. ഒരുപാട് സമയമൊന്നും വേണ്ട, കൂടിയാൽ ഒരു 10 മിനിറ്റ് മതി ഈ സൂറത്ത് ഓതാൻ. ഇത് ഓതുന്നവരുടെ കടങ്ങൾ അല്ലാഹു വീട്ടി കൊടുക്കുന്നതാണ്. കടമുള്ള മുഅ്മിനീങ്ങളെ, ഈ സൂറത്ത് നിങ്ങൾ ഓതി നോക്ക്. അല്ലാഹു കടങ്ങളൊക്കെ വീട്ടി തരുന്നതാണ്. അത് മാത്രമല്ല സാമ്പത്തിക ഉയർച്ച അല്ലാഹു നൽകുന്നതാണ്. അത് മാത്രമല്ല പിശാചിന്റെ ഉപദ്രവത്തിൽ നിന്നും മന്നാനായ അല്ലാഹു നിങ്ങളെ കാക്കപ്പെടുന്നതാണ്. അത്ര മഹത്തായ ഒരു സൂറത്തിനെയാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത്. യാത്രയിൽ മഹാരഥന്മാരായ സഹാബാക്കൾ ഇങ്ങനെ ഒരു യാത്ര ചെയ്തു പോവുകയാണ്. ആ യാത്ര ചെയ്തു പോകുമ്പോൾ ഭക്ഷണം കൊടുക്കാൻ വേണ്ടി സഹാബിമാർ ആവശ്യപ്പെട്ടപ്പോൾ ഭക്ഷണം കൊടുക്കാത്ത വീട്ടുകാർ, ഭക്ഷണം കൊടുക്കാത്ത നാട്ടുകാരിലുള്ള ഒരു മെമ്പർ വന്ന് ചോദിക്കുന്നു, നിങ്ങളുടെ കൂട്ടത്തിൽ മന്ത്രിക്കാൻ അറിയുന്ന ആരെങ്കിലും ഉണ്ടോ? മഹാരഥന്മാരായ സഹാബാക്കൾ ഒരു നാട്ടിലൂടെ ഇങ്ങനെ യാത്ര ചെയ്തു പോകുമ്പോൾ അവർക്കൊരൽപ്പം ഭക്ഷണം കൊടുത്തില്ല ജനത. പക്ഷേ ആ ജനതയിൽ നിന്ന് ഒരു വ്യക്തി വന്നിട്ട് ചോദിക്കുകയാണ്, നിങ്ങൾക്ക് ആർക്കെങ്കിലും മന്ത്രിക്കാൻ അറിയാമോ? സുബ്ഹാനല്ലാഹ്. അറിയാവുന്ന ആരെങ്കിലും ഉണ്ടോ? കാരണം നമ്മുടെ ഗോത്രത്തലവന് വിഷജീവിയുടെ വിഷമേറ്റിട്ടുണ്ട്, പാമ്പിന്റെയോ തേളിന്റെയോ കടിയേറ്റിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ കാല് വീർത്ത് വരികയാണ്. കാലിങ്ങനെ വീർത്ത് വന്നുകൊണ്ടിരിക്കുകയാണ്. നടക്കാൻ പോലും കഴിയാതെ വിഷമിച്ചിരിക്കുന്നു. അത് ഗോത്രത്തലവനാണ്. സുബ്ഹാനല്ലാഹ്. ആ സമയത്ത് സഹാബാക്കൾ പറഞ്ഞു, ഉണ്ട്, ഞങ്ങളുടെ മന്ത്രിക്കാൻ അറിയാവുന്നവർ. പക്ഷേ വെറുതെ അങ്ങനെ മന്ത്രിച്ചു തരാൻ പറ്റില്ലല്ലോ. കാരണം മാനുഷിക പരിഗണന എന്ന നിലയ്ക്ക് ഭക്ഷണം ചോദിച്ചിട്ട് തരാത്ത കൂട്ടരാണ് നിങ്ങൾ. സുബ്ഹാനല്ലാഹ്. നിങ്ങൾ നോക്കൂ, ഞങ്ങൾ യാത്ര ചെയ്ത് വന്നപ്പോൾ ഒരു മാനുഷിക പരിഗണന ഉണ്ടല്ലോ, അതുപോലും പരിഗണിക്കാതെ ഭക്ഷണം തരാത്ത ആൾക്കാരാണ് നിങ്ങൾ. അങ്ങനെ വെറുതെ മന്ത്രിച്ചു തരാൻ പറ്റുകയില്ല. കാരണം ഒരു യാത്രക്കാരൻ നമ്മുടെ നാട്ടിലൂടെ പോയാൽ ഭക്ഷണം ചോദിച്ചു ചെന്നാൽ ഭക്ഷണം കൊടുക്കേണ്ടത് മനുഷ്യന്റെ അവകാശമാണ്. കാരണം രാത്രിയിൽ നല്ല ക്ഷീണമുണ്ട്, പ്രയാസങ്ങളുണ്ട്. അത് മനസ്സിലാക്കിയ നിങ്ങൾ ഭക്ഷണം തരാത്തവരാണ്. അതുകൊണ്ട് വെറുതെ മന്ത്രിച്ചു തരാൻ ഞങ്ങൾ തയ്യാറല്ല. മന്ത്രിക്കുന്നതിന്റെ ഫലമായിട്ട് നമുക്ക് എന്തെങ്കിലും തരണം. എന്താണോ നിങ്ങൾ ഉദ്ദേശിക്കുന്നത് അത് നമ്മൾ തരാമെന്നും പറഞ്ഞ് കൂട്ടത്തിൽ ഒരു സഹാബിയെ കൂട്ടിക്കൊണ്ടുപോവുകയാണ്. ആ സഹാബി പോയി ഞാൻ ഈ പറയാൻ പോകുന്ന സൂറത്ത്, സുബ്ഹാനല്ലാഹ്, ഞാൻ പറഞ്ഞു തരാൻ പോകുന്ന ഈ സൂറത്ത് ഒരൊറ്റ പ്രാവശ്യം ഓതി കാലിലോതിയപ്പോഴേക്കും വിഷാംശങ്ങൾ മുഴുവൻ ഇറങ്ങിപ്പോയി. കാല് വീർത്ത് വന്ന കാല് അത് സുഖപ്പെടാൻ തുടങ്ങുകയാണ്. ആ മനുഷ്യൻ സുഖമായി, ആ മനുഷ്യന്റെ രോഗം മാറുകയാണ്. അപ്പൊ ഈ ചെറിയ സൂറത്ത്, ഞാൻ പറയാൻ പോകുന്ന ഈ ചെറിയ സൂറത്ത് ഒരു പ്രാവശ്യം ഓതി അദ്ദേഹത്തിന്റെ കാലിലേക്ക് മന്ത്രിച്ചപ്പോൾ അദ്ദേഹത്തിന്റെ രോഗം ശിഫയായി എന്നുള്ളതാണ്. അദ്ദേഹത്തിന് സുഖമായി. സുബ്ഹാനല്ലാഹ്. അങ്ങനെ അദ്ദേഹത്തിന് വലിയ സന്തോഷമായി. ആ സഹാബാക്കളുടെ യാത്രക്കാരിൽ 30 പേരുണ്ടായിരുന്നു. ആ യാത്രയുടെ ആളുകളുടെ എണ്ണം അനുസരിച്ച് 30 ആടുകളെ കൊടുത്തു എന്നാണ്
30 ആടുകളുമായി മന്ത്രിക്കാൻ പോയ ആ സഹാബി തിരിച്ചു വരുമ്പോൾ സഹാബിമാർ വലിയ സൂക്ഷ്മതയുള്ളവരാണ്. അവർ ചോദിച്ചു, സഹാബിമാർ രണ്ട് പക്ഷമായി ഒരു കൂട്ടർ പറഞ്ഞു, ഖുർആൻ ഓതി മന്ത്രിച്ചതിന്റെ ഫലം വാങ്ങാൻ പറ്റുമോ? തങ്ങൾ വാങ്ങിയതായി നമ്മൾ കണ്ടിട്ടില്ല. മറ്റേ കൂട്ടർ പറഞ്ഞു, ഖുർആൻ ഓതി മന്ത്രിച്ചതിന് ഫലം വാങ്ങുന്നത് കൊണ്ട് യാതൊരു കുഴപ്പവുമില്ല. സുബ്ഹാനല്ലാഹ്, യാത്രമധ്യേ വിശപ്പ് സഹിക്കാൻ കഴിയാതെ കുറച്ച് ആടുകളെ അറുത്ത് ഭക്ഷണം തയ്യാറാക്കി ഭക്ഷണം കഴിച്ചവരുമുണ്ട്. വയറിന്റെ വിശപ്പടക്കാൻ വേണ്ടി മാത്രം കഴിച്ചവരുമുണ്ട്. ഇവർ അങ്ങനെ മദീനയിലെത്തി. ഉടനെ ആദ്യം അവര് ആ വിഷമം ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അടുക്കൽ പോയി പറയുകയാണ്, നബിയെ, ഞങ്ങൾ ഇങ്ങനെ മന്ത്രിച്ചു, ഞാൻ കുറച്ച് ആടുകളെ കിട്ടി യാ റസൂലല്ലാഹ്. അല്ലാഹുവിന്റെ റസൂലിന്റെ അടുക്കൽ പോയി പറയുകയാണ്, മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, വാങ്ങിയതിന് ഒരു തകരാറുമില്ല, ഒരു കുഴപ്പമില്ല. നിങ്ങൾ കൂലി മേടിച്ചത്, കൂലി വാങ്ങാൻ ഏറ്റവും നല്ലത് അല്ലാഹുവിന്റെ കിതാബാണ്, പരിശുദ്ധ ഖുർആനാണ്. അതിലൊരു സൂറത്തില്ലേ നിങ്ങൾ ഓതി കൊടുത്തത്, അതുകൊണ്ട് വലിയൊരു ശിഫ അല്ലേ ആ മനുഷ്യന് കിട്ടിയത്. അതിലൊരു സൂറത്ത് വെച്ച് നിങ്ങൾ ഓതുകയും ആ രോഗിക്ക് അല്ലാഹു ശിഫ നൽകുകയും ചെയ്തു. അത് നല്ല കാര്യമാണ്. അതിന്റെ കൂലി നിങ്ങൾ മേടിച്ചത് ബർക്കത്തുള്ളതാണ്. പരിശുദ്ധ ഖുർആൻ കൂലി വാങ്ങാൻ ഏറ്റവും നല്ലത് അല്ലാഹുവിന്റെ കിതാബാണ്. എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, നമ്മൾ മനസ്സിലാക്കണം. അപ്പൊ ഈ ചെറിയ സൂറത്തിന്റെ മഹത്വം ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലഘട്ടത്തിൽ തന്നെ മഹാരഥന്മാരായ സഹാബാക്കൾ അത് ഓതുകയും അത് ശിഫ കണ്ടെത്തുകയും അതിന് ഒരു കൂലി മേടിക്കുകയും ചെയ്തു. ഞാൻ പറഞ്ഞത് എന്താണ്? ഈ സൂറത്തിന്റെ ഗുണത്തെ കുറിച്ചാണ് ഞാൻ പറഞ്ഞത്. ഈ ചെറിയ സൂറത്ത് അല്ലാഹുവിനെ വാഴ്ത്തുകയും പുകഴ്ത്തുകയും ചെയ്യുന്നത്, അല്ലാഹുവിനെ വാഴ്ത്തുകയും പുകഴ്ത്തുകയും ചെയ്യുന്നത് റബ്ബിന് ഇഷ്ടമുള്ള കാര്യമാണ്. അതുകൊണ്ട് ഈ സൂറത്ത് പതിവായി പാരായണം ചെയ്താൽ അല്ലാഹു എന്ത് ചോദിച്ചാലും അവന് നൽകുന്നതാണ്. അതുകൊണ്ട് ഈ സൂറത്ത്, ഞാൻ പറയാൻ പോണ ഈ സൂറത്ത് നിങ്ങൾ പതിവായി പാരായണം ചെയ്തു നോക്ക്. നിങ്ങൾ എന്ത് ചോദിച്ചാലും അല്ലാഹു നിങ്ങൾക്ക് നൽകുന്നതാണ്. അതുകൊണ്ട് ഈ സൂറത്ത് പതിവായി പാരായണം ചെയ്യൂ. അല്ലാഹു എന്ത് ചോദിച്ചാലും അവന് നൽകും. അതുപോലെ തന്നെ കടങ്ങൾ ധാരാളമുള്ളവർ ഈ സൂറത്ത് പതിവായി പാരായണം ചെയ്യണം. ഒരുപാട് വിഷമങ്ങളും പ്രയാസങ്ങളൊക്കെ ഉള്ളവരുണ്ട്. അങ്ങനെയുള്ളവരൊക്കെ ഈ സൂറത്ത് നിങ്ങൾ പതിവായി പാരായണം ചെയ്ത് നോക്കുക. അല്ലാഹു വലിയ വിജയങ്ങൾ നൽകുന്നതാണ്. അതുപോലെ കടങ്ങൾ തീരാനുള്ളൊരു മാർഗമാണ്. അതുപോലെ ഈ സൂറത്ത് പതിവായി പാരായണം ചെയ്യുന്നവർക്ക് സമ്പത്തിന്റെ വഴികൾ അല്ലാഹു വിശാലമാക്കുന്നതാണ്. അതുപോലെ തന്നെ സിഹിർ, കണ്ണീരിൽ നിന്നും കാവൽ ലഭിക്കുന്നതാണ്. സിഹിർ, കണ്ണീരൊക്കെ ഉള്ളവർ ഈ സൂറത്ത് പതിവാക്കി കഴിഞ്ഞാൽ അല്ലാഹു കാവൽ നൽകുന്നതാണ്. നിസ്കരിക്കുമ്പോൾ ചിലർക്ക് മടിയും ക്ഷീണവും തളർച്ചയൊക്കെ ഉണ്ടാവും. അതിൽ നിന്നെല്ലാം രക്ഷ കിട്ടാൻ ഇബാദത്തിൽ താല്പര്യവും ആത്മാർത്ഥതയോടെ ശ്രദ്ധയോടെ നമസ്കരിക്കാൻ വേണ്ടിയുള്ള ഒരു ഉന്മേഷവും ഈ സൂറത്ത് പതിവായി പാരായണം ചെയ്യുന്നവർക്കുണ്ടാകും. ഇത് ഏതെന്നല്ലേ അത്രയ്ക്ക് മഹത്വമേറിയ സൂറത്ത്, പരിശുദ്ധ ഖുർആനിന്റെ മാതാവായ സൂറത്ത്. ഇനി ഈ സൂറത്ത് നമുക്കൊന്ന് പരിചയപ്പെടാം. അത്രയും നേരെ ഇതിന്റെ മഹത്വം പറഞ്ഞല്ലോ. മഹാരഥന്മാരായ സഹാബാക്കൾ ഈ സൂറത്ത് ഓതിയിട്ട് മുദ്രിക്കുകയും അവർക്ക് ശിഫ കിട്ടുകയും അതിന് കൂലി കൊടുക്കുകയും ചെയ്തു എന്നൊക്കെ നമ്മൾ പറഞ്ഞല്ലോ. ആ സൂറത്ത് ഏതാണ്? ഇത് ഓതുന്നവർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല സാമ്പത്തിക ഉയർച്ച നൽകുന്ന ആ സൂറത്താണ്. പരിശുദ്ധ ഖുർആനിന്റെ മാതാവ് എന്നറിയപ്പെടുന്ന സൂറത്തുൽ ഫാത്തിഹ. സൂറത്തുൽ ഫാത്തിഹ എല്ലാവർക്കും അറിയാലോ. ഞാൻ ഓതിത്തരാം. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അർറഹ്മാനിർ റഹീം മാലികി യൗമിദ്ദീൻ ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം സിറാത്തൽ ലദീന അൻഅംത അലൈഹിം ഗൈറിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാലിൻ. ആമീൻ. ഈ സൂറത്ത് ആവശ്യങ്ങൾ നിറവേറാൻ എങ്ങനെയാണ് പാരായണം ചെയ്യേണ്ടത് എന്ന് മഹാന്മാര് നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. ആ പറഞ്ഞു തന്നതിനെ നമുക്ക് പരിചയപ്പെടാൻ ഒരുപാട് ആവശ്യമുള്ളവർ, കടമുള്ളവർ, മക്കളില്ലാത്തവർ, മക്കളുടെ വിവാഹപ്രായത്തിൽ നിൽക്കുന്നവരുണ്ട്, അതുപോലെ ഭവനമില്ലാത്തവരുണ്ട്. അങ്ങനെ പല ആൾക്കാരുമുണ്ട്. നമ്മുടെ ആവശ്യങ്ങൾ നിറവേറാൻ വേണ്ടിയിട്ട് മഹാരഥന്മാർ ഈ സൂറത്ത് നമുക്ക് പരിചയപ്പെടുത്തി നോക്കാം. സുബഹി നമസ്കാരം കഴിഞ്ഞ് അദ്കാറുകളും സലാത്തുകളും കഴിഞ്ഞതിന് ശേഷം, സാധാരണ സുബഹി നമസ്കാരം കഴിഞ്ഞ് നമ്മൾ ദിക്റുകളൊക്കെ ചെല്ലാറുണ്ടല്ലോ. ആ ദിക്റുകളും സലാത്തുകളെല്ലാം കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് എന്താണ് ആഗ്രഹം,
ആഗ്രഹമുള്ളത് അത് നേടിയെടുക്കേണ്ടത് അത് മനസ്സിൽ കരുതുക. അല്ലാഹുവേ, ഈ സൂറത്തിന്റെ ബർക്കത്ത് കൊണ്ട് എനിക്ക് നീ സാധിപ്പിച്ചു തരണേ അല്ലാഹ്. അങ്ങനെ സുബഹി നമസ്കാരം കഴിഞ്ഞ് അത് കാരണം സലാത്ത് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് എന്താണോ ആഗ്രഹമുള്ളത് അത് നേടിയെടുക്കേണ്ടത് അത് മനസ്സിൽ കരുതുക. അല്ലാഹുവേ, ഈ സൂറത്തിന്റെ ബർക്കത്ത് കൊണ്ട് എനിക്ക് നീ സാധിപ്പിച്ചു തരണേ അല്ലാഹ്. എന്നിട്ട് ഇടയിൽ സംസാരിക്കാതെ സൂറത്തുൽ ഫാത്തിഹ 7 വട്ടം ഓതുക. എത്ര പ്രാവശ്യമാണ്? 7 വട്ടം ഓതുമ്പോൾ തെറ്റുകളില്ലാതെ നമ്മുടെ ഹൃദയങ്ങൾ അല്ലാഹുവിലേക്ക് ബന്ധപ്പെടുത്തിക്കൊണ്ട് നമ്മൾ ഓതണം. 7 വട്ടം ഓതുക. ഇങ്ങനെ 7 ദിവസം തുടർച്ചയായി ചെയ്യുക. ഇങ്ങനെ ഓതി ദുആ ചെയ്താൽ ഇൻഷാ അല്ലാഹ് ഉറപ്പായി നിങ്ങളുടെ ആഗ്രഹങ്ങൾ അല്ലാഹു സാധിപ്പിച്ചു തരും എന്ന് മഹാന്മാരായ പണ്ഡിതന്മാർ നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. അവ നമ്മുടെ ആവശ്യ പൂർത്തീകരണത്തിന് വേണ്ടി ഓതുന്നത് എങ്ങനെയാണെന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. സൂറത്തുൽ ഫാത്തിഹ ഇങ്ങനെ പതിവായി ഓതി വന്നാൽ, ഇങ്ങനെ ഏത് മേൽ പറഞ്ഞതുപോലെ പതിവായി ഓതി വന്നാൽ അവന്റെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ കാണാവതായത് നമ്മുടെ ജീവിതത്തിൽ വരുന്ന മാറ്റങ്ങൾ കണ്ടോ അവൻ തന്നെ അത്ഭുതപ്പെട്ടു പോകും. ദിവസവും 41 തവണ വെച്ച് സൂറത്തുൽ ഫാത്തിഹ പാരായണം ചെയ്താൽ അവന് വേണ്ടുന്ന എല്ലാ അല്ലാഹു സുബ്ഹാനഹു വ തആല അവന് വേണ്ടുന്ന എല്ലാ കാര്യങ്ങളും അല്ലാഹു നൽകപ്പെടുന്നതാണ്. ശരീരം വേദനയുള്ളവർ, നല്ല ചിലരൊക്കെ പറഞ്ഞ എത്ര ആശുപത്രി പോയിട്ടുണ്ടോ വേദന മാറുന്നില്ല. അങ്ങനെ ഈ ശരീരവേദനയുള്ളവർ 40 വട്ടം ഈ സൂറത്ത് പാരായണം ചെയ്താൽ അവന്റെ വേദനകളെ അല്ലാഹു മാറ്റിക്കൊടുക്കുന്നതാണ്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, നിങ്ങൾ എല്ലാവരും ഈ സൂറത്ത് ഞാൻ പറഞ്ഞ രീതിക്ക് നിങ്ങൾ ഓതി നോക്ക്. അല്ലാഹു വലിയ വിജയങ്ങൾ നൽകുന്നതാണ്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദ് വഅലാ ആലി സയ്യിദിനാ മുഹമ്മദ്. അല്ലാഹുമ്മ ഇഗ്ഫിർ ലനാ വലിവാലിദീനാ വലിമശായിഖിനാ വലിഅസാതിദിനാ വലിഅഹ്ബാബിനാ വലിഅശായിരിനാ വലിഖബായിലിനാ വലിജീറാനിനാ വലിമൻ അഹബ്ബ വഅഹ്സന ഇലൈനാ വലിമൻ ലഹു വഖുന അലൈനാ വലിജമീഇ ഉമ്മത്തി മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം വഖിനാ റബ്ബനാ ശർറ മാ ഖദൈത. അല്ലാഹുമ്മ ഇഗ്ഫിർ ലനാ റബ്ബി റഹ്മനാ കമാ റബ്ബനാ സഗീറാ. അർഹമർറഹീമായ അല്ലാഹുവേ, പറഞ്ഞതും കേട്ടതെല്ലാം ഒരു സാലിഹായ അമലാക്കണേ പടച്ചവനെ. അല്ലാഹു ഇരുലോക വിജയികളുടെ കൂട്ടത്തിലെത്താൻ നീ ഞങ്ങളെ ഇരുലോക വിജയികളുടെ കൂട്ടത്തിലെത്തിക്കണേ പടച്ചവനെ. അല്ലാഹുവേ, ഞങ്ങൾ പലരും രോഗികളാണ്, ഞങ്ങളുടെ രോഗങ്ങൾ ശിഫയാക്കണേ അല്ലാഹുവേ. ഞങ്ങൾ പലരും കടക്കാരാണ്, ഞങ്ങളുടെ കടങ്ങളൊക്കെ വീട്ടണേ അല്ലാഹ്. ഞങ്ങൾക്ക് പലരും ഭവനമില്ലാത്തവരുടെ ഭവനം നൽകണേ അല്ലാഹ്. ഞങ്ങളുടെ ഭവനങ്ങളുടെ പണികൾ നടക്കുന്ന പടച്ചവനെ അതെല്ലാം നീ പൂർത്തിയാക്കണേ അല്ലാഹ്. ഞങ്ങളെ സഹായിക്കുന്നവരെ നീ സഹായിക്കണേ പടച്ചവനെ. സർവ്വവിധ ആപത്ത് മുസീബത്തുകളിൽ നിന്ന് അവരെ ഞങ്ങളെ രക്ഷപ്പെടുത്തണേ അല്ലാഹ്. ആകാശത്ത് നിറങ്ങുന്നതും ഭൂമിയിൽ നിന്ന് മുളയ്ക്കുന്നതുമായ സർവ്വ ആപത്തുകളെ തൊട്ടും വിപത്തുകളെ തൊട്ടും നീ ഞങ്ങളെ കാക്കണേ അല്ലാഹ്. അല്ലാഹുവേ, ഞങ്ങളെ മക്കളെ കാക്കണേ പടച്ചവനെ. ഞങ്ങളോട് ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരെ കാക്കണേ അല്ലാഹ്. പടച്ചവനെ റഹ്മാനായ റബ്ബേ, ആകാശത്ത് നിറങ്ങുന്നതും ഭൂമിയിൽ നിന്ന് മുളയ്ക്കുന്നതുമായ സർവ്വ ആപത്തുകളെ തൊട്ടും വിപത്തുകളെ തൊട്ടും നീ ഞങ്ങളെ കാക്കണേ റബ്ബേ. ഞങ്ങളെ മക്കളെ കാക്കണേ അല്ലാഹുവേ. ഒരുപാട് പേര് ഞങ്ങളോട് ദുആ കൊണ്ട് വസിയത്ത് ചെയ്തിട്ടുണ്ട്. അവരുടെ എല്ലാ ആഗ്രഹങ്ങളും നീ നിറവേറ്റണേ അല്ലാഹുവേ. ഞങ്ങളുടെ ഹലാലായ ഉദ്ദേശങ്ങൾ നിറവേറ്റി തരണേ പടച്ചവനെ. അല്ലാഹുവേ, ഞങ്ങളുടെ നീ ഭൂമിയിൽ എന്തെല്ലാം അനുഗ്രഹങ്ങൾ നൽകിയിട്ടുണ്ട് അതിലെല്ലാം ബർക്കത്ത് നൽകണേ അല്ലാഹ്. ഞങ്ങളെ മുഴുവൻ കാര്യങ്ങളിലും നീ ബർക്കത്ത് നൽകണേ അല്ലാഹ്. എല്ലാവിധ ആപത്ത് മുസീബത്തുകളിൽ ഞങ്ങളെ കാക്കണേ അല്ലാഹ്. റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. آمين برحمتك يا أرحم الراحمين بحق صلى الله على محمد صلى الله عليه وسلم. صلى الله على محمد صلى الله عليه وسلم. اللهم صل على محمد يا رب صل عليه وسلم.